ആർഎസ്എസും ബിജെപി നേതൃത്വം നൽകുന്ന വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിൽ കോടികളുടെ തിരിമറി പ്രതിഷേധവുമായി നിക്ഷേപകർ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിക്ഷേപകരുടെ 54 കോടിയോളം രൂപ തട്ടിയെടുത്തെന്നാണ് പ്രാഥമിക നിഗമനം. ആർഎസ്എസും ബിജെപിയും നേതൃത്വം നൽകുന്നതാണ് വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘം. ബാങ്കിൽ വലിയ തട്ടിപ്പ് നടന്നെന്നാണ് പരാതി. മുതലും പലിശയും ലഭിക്കാത്തതോടെ നിക്ഷേപകർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘം പ്രസിഡന്റ് വള്ളക്കടവ് പുന്നർനഗറിൽ വിജയകുമാർ, ബ്രാഞ്ച് മാനേജർ ഗോപകുമാർ, സെക്രട്ടറി ശ്രീകല എന്നിവരെയാണ് വഞ്ചിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ റിമാൻഡ് ചെയ്തു. ഞങ്ങൾ കുറേ കാലമായിട്ട് ഇങ്ങനെ സമരങ്ങൾ നടത്തി വരുന്നു. അതിനുശേഷം അതൊന്നും വിജയം കണ്ടില്ല. ഞങ്ങൾ ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിനെയും വഞ്ചിയൂർ SHOയെയും കണ്ട് നിവേദനങ്ങൾ സമർപ്പിച്ച് അവർ ഞങ്ങൾ വളരെ പേഷ്യൻ്റായിട്ട് ഞങ്ങളുടെ നിവേദനങ്ങൾ കേട്ട് ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്ത് ഉടൻ തന്നെ അവർ അറസ്റ്റ് ചെയ്ത് ഇവർക്കൊരു ഒളിവിൽ പോകാനോ അല്ലെങ്കിൽ ജാമ്യം എടുക്കാനുള്ള സമയമൊന്നും കൊടുക്കാതെ തന്നെ അവർ അറസ്റ്റിലോട്ട് കടന്നു. അത് ഞങ്ങൾക്കൊരു ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഒരു നേട്ടം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ 12 ലക്ഷം ഡെപ്പോസിറ്റ് എൻ്റെ മക്കളുടെ പേരിൽ. ഞാൻ റിട്ടയർ ചെയ്തപ്പം ഉള്ള പെൻഷൻ ബെനിഫിറ്റ് ആയിട്ടുള്ളത്. NRIs മുതൽ സാധാ കൂലിപ്പണിക്കാർ വരെ ഇവിടെ ഡെപ്പോസിറ്റേഴ്സ് ഉണ്ട്. ഈഞ്ചക്കൽ, നെടുമങ്ങാട്, നേമം എന്നിവിടങ്ങളിൽ സംഘത്തിന് ബ്രാഞ്ചുകളുണ്ട്. ഈഞ്ചക്കലിലെ പ്രധാന ഓഫീസിൽ നിക്ഷേപകർ സംഘടിച്ചെത്തി പ്രതിഷേധിച്ചിരുന്നു. ബിജെപിയുടെ സഹകാർ ഭാരതി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പിടിയിലായ വിജയകുമാർ. ഒരു BJP കൗൺസിലറുടെ നേതൃത്വത്തിൽ സംഘത്തിൽ നിന്ന് 30 ലക്ഷത്തോളം രൂപ പലരുടെയും പേരിലായി വായ്പയെടുത്തുവെന്നും ഈ തുക തിരിച്ചടച്ചില്ല എന്നും നിക്ഷേപകർ പറയുന്നു. അപേക്ഷകരുടെ രേഖകൾ ഉപയോഗിച്ച് ഭരണസമിതി അംഗങ്ങൾ തന്നെ വായ്പ തരപ്പെടുത്തിയതായും നിരവധി പരാതികളുണ്ട്. കേസിൽ കുറ്റക്കാരായ മറ്റു പ്രതികളെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നിക്ഷേപകർക്ക് അവരുടെ പണം നൽകണമെന്നാണ് പരാതിക്കാർ പറയുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.